ഹായ് സുഹൃത്തുക്കളെ, അപ്പം നമ്മുടെ വിയറ്റ്നാം എയർലി എന്നൊരു ചക്ക ഇടത്തി ഇന്ന് പൂജയുടെ അവധിയുണ്ട്, കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ചക്ക ഏകദേശം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ചക്ക ഒന്ന് വേവിച്ച് ആവി കയറ്റി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് ആവി കയറാനുള്ള അത്രയും വെള്ളമേ നമ്മൾ ഇതിൽ ഒഴിക്കാം. ആവി വെളിയിൽ പോകാത്ത രീതിയിൽ ഇതിനെ മൂടി വെക്കണം. മൂടി വെച്ച് ഇതൊന്ന് ചക്കയൊന്ന് വാടി വരുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അരപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഈ ജാറിലേക്ക് നമ്മൾ തേങ്ങ കുറച്ചെടുക്കുക. ഒരു 3 കാന്താരി ഞാൻ ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ വന്നിട്ട് മഞ്ഞപ്പൊടി, അല്പം ജീരകം, 4 അല്ലി വെളുത്തുള്ളി, ഇപ്പം കുരുമുളക് പൊടിച്ചത്. കുരുമുളക് പൊടിയല്ലാതെ കുരുമുളകായിട്ട് വേണമെങ്കിലും ഇടാൻ നിങ്ങൾക്ക്. ഇത്രയാണ് നമ്മുടെ അരപ്പുണ്ടാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. കണ്ടിട്ടാവുന്ന ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. കണ്ടില്ലേ, അടിച്ച് പേസ്റ്റ് പോലെ ആക്കരുത്. അപ്പൊ ഈ രീതിയിൽ അരപ്പിനെ നമ്മൾ ചതച്ചെടുത്തു. നമ്മുടെ ചക്ക വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റായി. നമുക്കൊന്ന് തുറന്നു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, നമ്മുടെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. തീ ഒരു ചെറിയ ലോ ഫ്ലെയിമിൽ വെക്കാൻ നോക്കിയിട്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളതിന് ചിലപ്പോൾ അടിക്ക് പിടിക്കും. ഇപ്പൊ കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും ഒരു പ്രത്യേക മണമായിരിക്കും ചക്കയ്ക്ക്. അതിനുശേഷം ഈ അടപ്പ് കൊണ്ട് വീണ്ടും ഇതിന് മൂടി അരപ്പും കൂടെ ഒന്ന് വെന്ത് വരുന്നവരെ ഒരു 5 മിനിറ്റ് കൂടി ഇതേണക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം. അരപ്പിട്ടിട്ട് ഏകദേശം 5 മിനിറ്റായി. നമുക്കൊന്ന് നോക്കാം. അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചപ്പാത്തിയുടെ പരത്തുന്ന തടിയാണ്. അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപയോഗമുണ്ട്. ചപ്പാത്തിയും പരത്താൻ എന്തെങ്കിലും നമുക്ക് ചീനി ഇളക്കണോ ചക്ക ഇളക്കണോ ഒക്കെ ഇതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ചക്ക നല്ല വൃത്തിയായിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ചക്ക ഇളക്കിയ ഉടനെ എന്ത് ചെയ്യണം? ഇങ്ങനെ ചക്ക ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഇതിന്റെ നടുക്ക് ഇങ്ങനെ ഒരു കുഴി പോലെ ഉണ്ടാക്കും. കാണുന്നുണ്ടോ? ഒരു കുഴി പോലെ ആക്കിയിട്ട് അതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ഇച്ചിരി അങ്ങോട്ട് ഒഴിക്കണം കേട്ടോ. ഇപ്പം നോക്കിയത് ചക്കിലാട്ടിയ ഒറിജിനൽ വെളിച്ചെണ്ണ കേട്ടോ. അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു 2 കൊച്ചുള്ളി ഒക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ ഇത് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇപ്പം നമ്മുടെ അച്ചുക്കുട്ടൻ പറയും എങ്ങനെയാണ് ഇത് കഴിക്കുന്നത്, കഴിച്ചിട്ട് കൊള്ളാമെന്ന്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കാൻ പോകുന്നത്. ഒന്ന് കൊടുത്തു. 2 പേരും പുതിയ വെറൈറ്റി ആയിട്ട് കഴിക്കാൻ കാത്തിരിക്കുകയാണ്.